ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ബീഫ് ദം ബിരിയാണിയാണ്. ആദ്യം നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കഴുകി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 ചെറിയുള്ളിയും ഒരു ചെറിയ 4 സവോളയും കുറച്ച് വെളുത്തുള്ളിയും 2 ചെറിയ തക്കാളിയും ഒരു 5-6 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. നല്ല വേവുള്ളതായതുകൊണ്ട് കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ സ്വല്പം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് സവോളയൊന്ന് വഴറ്റിയിട്ട് ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള മാത്രമാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സവോള മാത്രം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുക. 4 സവോളയാണ് എടുത്തിരുന്നത്. ചെറിയ സൈസിലുള്ള 4 സവോള. നിങ്ങൾ വലിയ സവോളയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരണം. പിന്നെ ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് വാടിക്കിട്ടും. നമ്മളിവിടെ ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഞാനിവിടെ നല്ലപോലെ എരിവുള്ള 5-8 പച്ചമുളകാണ് എടുത്തിരുന്നത്. ഇപ്പോൾ സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഉള്ളത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയാൽ മതി. നമ്മളിനി ഇത് കുക്കറിൽ വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചല്ലേ വേവിക്കുന്നത്. ഒത്തിരി അങ്ങ് വാടാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, അതായത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്ന ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ബിരിയാണി മസാല പൊടിച്ചെടുത്തപ്പോൾ അതിലേക്ക് ഉണങ്ങിയ വഴനയിലയില്ലേ അതും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ ബിരിയാണിയുടെ ശരിക്കുള്ള മണം തന്നെ വരുന്നുണ്ട്. പൊടികളുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അധികം ഒന്നും വെന്തൊടയണ്ട. നമ്മൾ ചേർത്ത് കൊടുത്ത് തക്കാളി മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മസാലയും ബീഫുമായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇത് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം ബീഫ് വെന്ത് തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം തന്നെ ഇറങ്ങും. നമുക്ക് ഒരുപാട് ഗ്രേവി ആവശ്യമില്ല. മസാലയിലേക്ക് കുറച്ച് വെള്ളം മാത്രം മതി. അതുകൊണ്ട് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് സ്വല്പം വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല വേവുള്ള ബീഫാണ്. ഞാനിവിടെ ഒരു 5-6 വിസിൽ അടുപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. ഞാൻ ബീഫ് വേവിക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. അത് അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് ബിരിയാണിയിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും പിന്നെ കുറച്ച് സവോളയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ടിട്ട് ആദ്യം ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കാഷ്യൂനട്ട് നെയ്യിൽ കിടന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി തുടങ്ങുമ്പം ഇതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് തന്നെ ഇത് രണ്ടും വറുത്ത് വരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഈ നെയ്യിൽ തന്നെ സവോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയിലേക്ക് ഇടുന്ന സവോളേനെ ബിസ്ത എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് ബിരിയാണിയുടെ ഒപ്പം ചേർന്ന് കഴിക്കാനായിട്ട് സവോള നന്നായിട്ട് ഫ്രൈ ചെയ്തത്. കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തിട്ട് ബാക്കി നെയ്യ് ബാക്കിയുണ്ട്. അതിലേക്ക് തന്നെ ഇത് ചെയ്താൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി സവോളയും. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ സവോളയെന്ന് പറഞ്ഞാൽ തീരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നല്ല പോലെ ക്രിസ്പായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സവോള നന്നായിട്ട് ഫ്രൈ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കോരിയെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ സവോള ഫ്രൈ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് നെയ്യുണ്ട്. നമുക്കിനി ഈ നെയ്യിലേക്ക് തന്നെ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 20 മിനിറ്റ് അരി കുതിർത്ത് വെച്ചിരുന്നു. അതിനുശേഷം അരി വാർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്.
ഇതുപോലെ തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ കൈമ റൈസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബിരിയാണി റൈസ് വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പാനിൽ അല്പം നെയ്യുണ്ട്, അതിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരല്പം നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും, അരികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്ന ഒരു ശബ്ദം കേൾക്കും. ആ സമയം വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസ് ഒരിക്കലും കുഴഞ്ഞു പോവില്ല. നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ബിരിയാണി റൈസ് നല്ലപോലെ കറക്റ്റ് പാകത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോൾ അരിയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിനും എടുക്കാം. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തിരുന്നത്, അതായത് ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളം നമുക്കിനി ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടും. ഓരോ അരിക്കും വേവ് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വേവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അരി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം, ഞെക്കി നോക്കുമ്പോൾ നന്നായിട്ട് ഞെങ്ങുന്നുണ്ടാവും, എന്നാൽ അരി ഒട്ടും ഉടഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ ഗ്രേവി ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. ഇതിലേക്ക് കുറച്ചും പുതിനയില അരിഞ്ഞതും മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് തൈരും പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് മസാല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈയും അല്ല, എന്നാൽ ഒത്തിരി ഗ്രേവി ഇല്ലതാനും. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്തെടുക്കാം. നിങ്ങൾ ഒരുപാട് റൈസ് എടുത്താണ് ബിരിയാണി വെക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ദം ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കിവിടെ ആകെ 1 ഗ്ലാസ് അരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ദമ്മ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേവി സെപ്പറേറ്റ് മാറ്റി വെക്കുന്നില്ല. ഒരൊറ്റ ട്രിപ്പിൽ തന്നെ ആ ഗ്രേവിയുടെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അധികം റൈസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് റൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പകുതി ഗ്രേവി മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും ആ ഗ്രേവി ഇട്ട് കൊടുത്തിട്ട് വേണം ബാക്കി റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ റൈസ് ഫുൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾക്ക് കളറിനായിട്ട് കുറച്ച് കുങ്കുമപ്പൂ പാലിൽ കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പിസ്തയില്ലേ, അത് ഇതിൻ്റെ മുകളിൽ റൈസിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ അല്ലേ, അത് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ബിരിയാണി മസാലയും കൂടെ വിതറി കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് ദം ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഒരുപാടൊന്നും വേണ്ട, 1-2 പിഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇതെല്ലാം നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. അരിയും നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്തത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് നെയ്യ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഇല്ലേ, ആ വിസിൽ മാറ്റിയെടുക്കുക. എന്നിട്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിരുന്നു. ഇത് നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. ബീഫ് ബിരിയാണിയുടെ ആ കിടിലൻ സ്മെല്ല് വരുന്നുണ്ട്. നല്ല പോലെ ആ ചൂടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് എടുക്കുമ്പം മസാലയും റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വിളമ്പി എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റൈത്തയുടെ ഒപ്പോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ ഒപ്പോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും തലശ്ശേരി സ്റ്റൈലിൽ ദം ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.